ഹലോ എവ്രി വൺ, നമ്മളെ ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ വ്ളോഗിൽ നമ്മളിതാ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. നമ്മൾ ഇവിടെ ബ്രൈറ്റനിലെ ബസ് കോച്ച് സ്റ്റേഷനിലാണ് ഇപ്പം വന്നിരിക്കുന്നത്. ആൻഡ് നമ്മളെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ലണ്ടനിലേക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ സമയം 11 മണി ആയിരിക്കുന്നു. ആൻഡ് നമ്മൾ ബസ്സിന് വേണ്ടി കാത്തിക്കാണ്. ബസ് ഒരു 15 മിനിറ്റ്സ് ലേറ്റാണ്. ഞങ്ങളിപ്പം ഇതാ വീട്ടിൽ നിന്ന് ഫുൾ റെഡിയായി, 2 ബാഗുമായിട്ട് ഞങ്ങൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് ബ്രൈറ്റൺ കോച്ച് സ്റ്റേഷൻ. ഇവിടെ ഈ ആൾക്കാരൊക്കെ കുറച്ച് ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടുന്ന് ബ്രൈറ്റണിൽ നിന്ന് ലണ്ടനിലേക്ക് 3 മണിക്കൂറാണ് വയ ബസ്. ആൻഡ് നമ്മളവിടെ ഒരു 2 മണി, രാവിലെ പുലർച്ചെ 2 മണിക്ക് എത്തുന്നതായിരിക്കും. സോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ഒരു ഓഡ് സമയത്ത് ബസ് ബുക്ക് ചെയ്തതെന്ന്. ബിക്കോസ് ആക്ച്വലി ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു, പുലർച്ചെ തന്നെ ഉള്ള ഒരു ഇവൻറ്റ് ഉണ്ടായിരുന്നു ഇൻ ലണ്ടൻ. ആൻഡ് അത് അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇങ്ങനെ ബുക്ക് ചെയ്തത് തന്നെ. പക്ഷേ ആ ഈവൻറ്റ് ക്യാൻസലായി. സോ നമ്മൾ ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു. സോ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഇതുവരെ ഞങ്ങൾ ലണ്ടനിൽ പോയിട്ടില്ല. സോ വി വാണ്ടഡ് ടു വിസിറ്റ് ലണ്ടൻ. ആൻഡ് ഒരു ചെറിയൊരു നമ്മളെ റാണീൻ്റെ കൊട്ടാരവും ബ്രിഡ്ജും ലണ്ടനായും അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സംഭവം, ടൂറിസ്റ്റി ആയിട്ടുള്ള സംഭവം നാളെ തീർത്താളെയെന്ന് വിചാരിച്ചു. സോ അതാണ് ഞങ്ങളെ ഇന്നത്തെ പ്ലാൻ, ലണ്ടനിൽ പോയിട്ടുള്ള പ്ലാൻ. ഗുഡ് മോർണിംഗ്. ഞങ്ങളിവിടെ വിക്ടോറിയ കോച്ച് സ്റ്റേഷന്റെ മുന്നിൽ വന്നിരിക്കുകയാണ്. ഞങ്ങളിവിടെ എത്തിയത് രാത്രി 2 മണിക്കാണ്. ഞങ്ങൾ അകത്ത് നിന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഇപ്പോൾ സമയം 4:15 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് വെളിച്ചായതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ഞങ്ങളിപ്പം ഹൗസ് ഓഫ് കോമൺസിലേക്ക് പോവാണ്. ഇതവിടെ കണ്ടില്ലേ, ഇവിടെ ആൾക്കാരൊന്നും സ്ട്രീറ്റിലില്ല, എന്നിട്ടും അവർ റൂൾസ് പാലിക്കുന്നു. അത്രയും നല്ലോണം സിഗ്നൽ ഫോളോ ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. പോലീസ് ഒന്നുമില്ല, ബട്ട് ക്യാമറ ഉണ്ട്, അതാണ്. ഇതിനകത്ത് ഷാൻഡ്ലിയേഴ്സ് കണ്ടില്ലേ, എന്ത് രസമാണ്. അത് ഫുൾ ബീഡ്സ് ആണ്. ബീഡ്സിനെ ഓരോരോ പാറ്റേണിൽ തൂക്കിയിട്ടതാണ്, ഓരോ ഹൈറ്റിൽ തൂക്കിയിട്ട് പാറ്റേൺസ് ഉണ്ടാക്കിയതാണ്. സോ ബ്യൂട്ടിഫുൾ. സോ ഇവിടെ നോക്കിയാൽ കാണാം കോൺട്രാസ്റ്റ്സ്. ഓക്കെ, ആർക്കിടെക്ചർ കോൺട്രാസ്റ്റ്. ഇവിടെ ഇങ്ങനത്തെ ഒരു പഴയ ബിൽഡിംഗ്, ആൻഡ് ദെൻ ലുക്ക് അറ്റ് ദ ബ്യൂട്ടിഫുൾ ബിൽഡിംഗ്. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് UK ഏറ്റവും വലിയ കാത്തോലിക് ചർച്ചിന് മുമ്പിലാണ്. സോ ഇത് 1910 ഉണ്ടാക്കിയതാണ്. സോ ഒരു 120 കൊല്ലം പഴക്കം, 110 കൊല്ലം പഴക്കമുള്ള ഒരു ചർച്ചാണിത്. ദിസ് ഈസ് നോൺ ആസ് ദി മദർ ചർച്ച്. സോ അതിനെ കണ്ടാൽ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇത് അകത്തേക്ക് പോകാൻ ഇപ്പോൾ ഓപ്പൺ അല്ല. 5 o'clock in the morning ആണ്. ഞങ്ങൾ നേരത്തെ വന്നല്ലോ. സോ ഇപ്പോൾ നിങ്ങൾക്ക് സൺറൈസ് അതിൻ്റെ ടവറിൽ എത്തുന്നത് കാണാം. എന്ത് ഭംഗിയാണ്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് ആണ്. ലൈക്ക് ഇറ്റ്സ് വെരി ടോൾ. സോ നമ്മൾ സെൻട്രൽ ലണ്ടനിലാണ് ഇപ്പം. അതുകൊണ്ട് ഇങ്ങനെ പോകുമ്പം ഓരോരോ കാഴ്ചകൾ കാണുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാണ്. സോ നമ്മളിപ്പം പാർലമെൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇതാണ് വെസ്റ്റ്മിൻസ്റ്റർ ആബി ആൻഡ് ഇവിടെ ബ്രിട്ടീഷ് രാജാക്കന്മാരും രാജ്ഞിമാരും ഈ മുഴുവൻ കിങ്ഡം സ്റ്റാർട്ടായത് മുതലേ ഇവിടെയാണ് എല്ലാ കിങ്സിനെയും ക്വീൻസിനെയും കൊറോണേഷൻ നടന്നത്. ദാറ്റ് ഈസ് അവരെ രാജാവ് ആക്കിയത്, ലൈക്ക് ക്രൗൺ വെക്കുന്ന ആ ഒരു സെറമണി ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇവിടെയാണ് എല്ലാ കിങ്ങിൻ്റെ ക്വീനിൻ്റെതും നടന്നത്. അതുമല്ല, ഈ ബ്രിട്ടീഷ് മൊണാർക്ക് വന്നത് മുതൽ ഇവിടെ 16 കല്യാണങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴത്തെ എലിസബത്ത് രാജ്ഞിന്റെ കല്യാണവും ഇവിടെ തന്നെയാണ് നടന്നത്. എനിക്കിവിടെ വരാൻ സാധിച്ചു എന്നത് എനിക്ക് പേഴ്സണലി ഒരു വലിയ ഒരു സംഭവമാണ്. ബിക്കോസ് ഞാൻ നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ട് ക്രൗൺ, അതിന്റെ വലിയൊരു ഫാനാണ്. നമുക്ക് വെസ്റ്റ്മിൻസ്റ്റർ ആബിന്റെ തൊട്ടിപ്പുറത്ത് നോക്കിയതാണെങ്കിൽ ബിഗ് ബെൻ കാണാൻ സാധിക്കും. ആ ബിഗ് ബെന്റെ പിന്നിൽ നിങ്ങൾക്ക് ലണ്ടനായി കാണുന്നോ അറിയില്ല, അവിടെ ഒരു ചെറിയൊരു പാർട്ട് ഓഫ് ലണ്ടനായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബിഗ് ബെൻ. ജസ്റ്റ് ഒരു 10 സ്റ്റെപ്പ് മുന്നോട്ട് വന്നാൽ നമുക്ക് ബിഗ് ബെൻ കാണാൻ സാധിക്കും കുറച്ചുകൂടി അടുത്തുനിന്ന്. ബിഗ് ബെൻ ആക്ച്വലി വെസ്റ്റ്മിൻസ്റ്റർ ഹാൾ അല്ലെങ്കിൽ പാലസിന്റെ ഒരു പാർട്ടായിട്ടാണ്. സോ അതിന്റെ എൻഡാണ് ഈ ബിഗ് ബെൻ. ബിഗ് ബെൻ ഒരു 1800s ഉണ്ടാക്കിയതാണ്. സോ ഓൾമോസ്റ്റ് ഒരു 160-170 ഇയേഴ്സ് പഴയതാണ്. സോ ഈ ബിഗ് ബെന്റെ ക്ലോക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ കാണാൻ പറ്റും, സമയം 5:50 ആണ്. കുറെ കാലങ്ങളായിട്ട് ഇത് കുറച്ച് റിപ്പയറുകളിലായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ലാസ്റ്റ് ഇത് ഈ ക്ലോക്ക് ശബ്ദം ഉണ്ടാക്കും. സോ ഇത് ലാസ്റ്റ് ശബ്ദം ഉണ്ടാക്കിയത് 2022 ന്യൂ ഇയർ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. പിന്നെ എല്ലാ ദിവസമൊന്നും അതങ്ങനെ ശബ്ദം ഉണ്ടാക്കാറില്ല. സോ ഈ പാലസ് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ ഇല്ലേ, അതാണ് ഇവിടുത്തെ പാർലമെന്റ്. ദിസ് ഹോൾഡ്സ് രണ്ടും, നമ്മളെ ലോക്സഭ രാജ്യസഭ ഉള്ള പോലെ ഇവിടെ 2 ഹൗസസിനെ ഇത് ഹോസ്റ്റ് ചെയ്യുന്നതാണ്. ഇവിടെയാണ് അവരുടെ മീറ്റിംഗ്സ് ഒക്കെ നടക്കുക. ഇത് ജോർജ് 5 സ്റ്റാച്ചു ആണ്. ഇത് നമ്മളിപ്പോഴത്തെ ക്വീനിന്റെ അച്ചാച്ചനായിട്ട് വരും. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ജുവൽ ടവറിന്റെ മുമ്പിലാണ്. നമ്മളിപ്പോൾ കണ്ട ഈ പാലസ് ഇല്ലേ, ഈ വെസ്റ്റ്മിൻസ്റ്റർ പാലസ്, അത് നമ്മൾ ഈ റോഡിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. സോ ഈ റോഡൊന്നും പണ്ടില്ലായിരുന്നു. ഈ ഭാഗം മൊത്തം ഇവിടം വരെ പാലസ് ആയിരുന്നു. സോ ഈ ജുവൽ ടവർ എന്തായിരുന്നു വെച്ചാൽ, ഇവിടെ രാജാവിൻ്റെ അമൂല്യമായിട്ടുള്ള സംഭവങ്ങൾ, എല്ലാ ജ്വല്ലറീസും, അവർ ഡയമണ്ട് സ്റ്റോൺസ്, അങ്ങനത്തെ പല സംഭവങ്ങളും, ഓൾ ദി ജ്വൽസ്, അതൊക്കെ അവർ ഇവിടെയായിരുന്നു സൂക്ഷിച്ചത്. ഇത് പാലസിൻ്റെ വളരെ ഒരു സീക്രട്ടീവ് ആയിട്ടുള്ള ഒരു ഏരിയയിലായിരുന്നു. ഇവിടെ ഇത് വളരെ പ്രൊട്ടക്റ്റഡ് ഏരിയ ആയിരുന്നു. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. നമ്മൾ തേംസ് നദിയിൽ നിന്നും തേംസ് റിവറിൽ നിന്നും വരുന്ന വെള്ളമൊക്കെ ഇതിലൂടെ ഒഴുകിയിട്ട് ഇതിന് മാത്രം ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന പോലത്തെ രീതിയിലായിരുന്നു ഈ ജുവൽ ടവറിന് നിർമ്മിച്ചത്. ഒരു 1500s വരെ രാജാക്കന്മാർ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്യുന്നത്, അവരെ എല്ലാ പൊസിഷൻസും സ്റ്റോർ ചെയ്യാൻ. പിന്നെ എന്തായി വെച്ചാൽ 1500s ഒരു തീ പിടിച്ചു. ഈ ഏരിയ ഓഫ് ദ പാലസ് മുഴുവൻ കത്തിപ്പോയി. ആൻഡ് ഇത് മാത്രമേ ഇനി നമുക്ക് ബാക്കി ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ. ബിഗ് ബെന്റെ താഴെയാണ്. നമ്മളൊരു ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ്. ലണ്ടൻ ബ്രിഡ്ജ് അല്ല, വെസ്റ്റ്മിൻസ്റ്റർ ബ്രിഡ്ജ് എന്ന ബ്രിഡ്ജാണ്. പക്ഷേ അതും നമ്മളെ ലണ്ടൻ ബ്രിഡ്ജിന്റെ അടിയിൽ കൂടി പോകുന്ന അതേ നദി തന്നെ, തേംസ് നദീൻ്റെ മേലെ കൂടി പോകുന്ന ബ്രിഡ്ജാണ്. സോ ലെറ്റ്സ് ഗോ. Mittu busy taking photos. ബ്യൂട്ടിഫുൾ ലണ്ടൻ ആയി. കുറച്ച് ചളിയുള്ള വെള്ളമാണ്. ഇതാ കണ്ടോ, ഫോട്ടോസിൽ കണ്ട പോലെ അല്ല നദി, കുറച്ച് ചളിയുള്ള നദിയാണ്. ഓക്കെ, സോ ഇതില് വെള്ളം കുറവാണോ അല്ല നമ്മളെ നാട്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ വെള്ളം കുറവാണോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല.
ഞങ്ങൾ ഈ ബ്രിഡ്ജിന്റെ അടുത്ത് വന്ന് 2 മിനിറ്റ് ആയിട്ടുള്ളൂ, അതിന്റെ ഇടയിൽ 3 ഫ്ലൈറ്റ് കണ്ടു. സോ നിങ്ങളിപ്പോൾ കണ്ടത് നമ്മളെ ഇവിടുത്തെ പാർലമെന്റ് ആണ്, ബ്രിട്ടൻ പാർലമെന്റ്. സോ ഇവിടെ നമ്മളെ രാജ്യത്തുള്ള പോലെ തന്നെ ലോക്സഭ രാജ്യസഭ ഉള്ള പോലെ തന്നെ ഇവിടെയും 2 ഡിഫറെന്റ് ഹൗസസ് ഉണ്ട്. ഒന്ന് ഹൗസ് ഓഫ് കോമൺസ് ആണ്, വേറെ ഒന്ന് ഹൗസ് ഓഫ് ലോർഡ്സ് ആണ്. സോ ഹൗസ് ഓഫ് കോമൺസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും ലോക്സഭയാണ്, ആൻഡ് ഹൗസ് ഓഫ് ലോർഡ്സ് ഇസ് രാജ്യസഭ. സോ അങ്ങനെയാണ് ഇവിടുത്തെ ഡിവിഷൻ. ആൻഡ് രണ്ടാളും ഈ ഓഫീസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. ഐ മീൻ ഈ പാർലമെന്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ബ്യൂട്ടിഫുൾ. 4ാമത്തെ ഫ്ലൈറ്റ് അതാ. ആരോ കൈ കാണിക്കുന്നു. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. സോ ഞങ്ങൾ കുറച്ച് സ്നാക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. സോ വി ആർ പ്ലാനിങ് ഓൺ ഗോയിങ് ടു സം പാർക്ക് ആൻഡ് ദെൻ നല്ലോണം ഭക്ഷണം കഴിക്കാമെന്ന്. സോ ലെറ്റ്സ് ഗോ. ഞങ്ങളിതാ വന്നിരിക്കുന്നു ബക്കിംഗ്ഹാം പാലസിന്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ്. ഈ പാർക്കിന്റെ പേര് സെയിന്റ് ജെയിംസ് പാർക്കാണ്. ഇതാ സമയം 7:15 ഓൾമോസ്റ്റ് ആയിരിക്കുന്നു. ഞങ്ങൾ 4:30 മുതൽ അവിടെ വിക്ടോറിയ കോച്ച് സ്റ്റേഷനിൽ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. ആൻഡ് കുറേ കാഴ്ചകൾ കണ്ടു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഫീൽ ആവുന്നുണ്ട് ഇവിടെ വന്നിട്ട്. മേ ബി ബിക്കോസ് ഓഫ് ക്രൗൺ. എനിക്ക് ആ സീരീസ് ഭയങ്കര ഇഷ്ടമാണ്. ഐ മീൻ അത് നമ്മൾ ക്വീൻ എലിസബത്തിൻ്റെ റിയൽ ലൈഫ് ബേസ്ഡ് ആണ്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച്ഡ് ഇറ്റ് നിങ്ങൾ എന്തായാലും കാണണം. അത് നെറ്റ്ഫ്ലിക്സിലുണ്ട്. സോ അത് കാരണമാണെന്ന് തോന്നുന്നു. ഐ എം റിയലി എക്സൈറ്റഡ്. ഇപ്പോൾ ഞങ്ങൾ ബക്കിംഗ്ഹാം പാലസിൻ്റെ അടുത്തേക്ക് പോവാണ്. ബട്ട് ബിഫോർ ദാറ്റ് വി ആർ വെരി ഹംഗ്രി. അല്ലേ മിത്തു? അപ്പൊ ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാം ഇപ്പം തൽക്കാലം, ബിക്കോസ് പാലസിലേക്ക് പോകണം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി വിൽ ഹാവ് എ ഗുഡ് ലഞ്ച്. ഇതാണ് നമ്മളെ ലണ്ടൻ കുട്ടൻ ഫുൾ ഫ്രണ്ട്സ് ആയി. അപ്പുറത്തേക്ക് പോയിട്ടേ കഴിക്കൂ അത്, പക്ഷെ നമ്മളെ നോക്കി കഴിക്കൂല. ഇത് നമ്മളെ ഫ്രണ്ട് ആയിട്ടോ, അത് നല്ല ഫ്രണ്ടാ. നമ്മളെ മേത്ത് കയറിയിട്ടാന്നു ചോദിക്കാം. കൊറേ ഫ്രണ്ട്സിനെ കൂട്ടി കൊണ്ടുവന്നത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഴിക്കന്നെ.